നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു വൻ ഭൂകമ്പത്തിന് തീ കൊളുത്തിക്കൊണ്ട് ബി.ജെ.പിയുടെ മിഷൻ 2026 കുതിച്ചു പായുകയാണ്. ഇത്രയും കാലം ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളത്തെ ഒരു വലിയ കടക്കെണിയിലാക്കി മാറ്റിയപ്പോൾ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വികസനത്തിന്റെ മോദി ഗ്യാരണ്ടിയുമായി ബി.ജെ.പി അണിനിരക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ രഹസ്യ മാസ്റ്റർ പ്ലാൻ പുറത്തു വന്നതോടെ പിണറായി വിജയനും വി.ഡി. സതീശനും ഒരുപോലെ വിറച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരം. മാർച്ച് 11 കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാത്രമായിട്ടല്ല വരുന്നത്, മറിച്ച് കേരളത്തിന്റെ പുതിയ വിധി പ്രഖ്യാപിക്കാൻ കൂടിയാണ്. അന്ന് അദ്ദേഹം പുറത്തിറക്കാൻ പോകുന്ന ബി.ജെ.പി പ്രകടന പത്രിക ഓരോ മലയാളിയുടെയും ജീവിതം മാറ്റുമെന്ന ഉറപ്പാണ് നൽകുന്നത്. അമിത്ഷാ കേരളത്തിനായി തയ്യാറാക്കിയ 3 അജണ്ട: വികസിത ഭാരതം, സുരക്ഷിത ഭാരതം, വിശ്വാസ സംരക്ഷണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. പലിശ അടയ്ക്കാൻ മാത്രം ലോൺ എടുക്കുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് അറുതി വരുത്തി കേരളത്തെ ഒരു വികസിത സംസ്ഥാനമാക്കി മാറ്റാൻ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള പാക്കേജുകൾ ബി.ജെ.പി വാഗ്ദാനം ചെയ്യുന്നു. പ്രീണന രാഷ്ട്രീയത്തിന് അറുതി വരുത്തി ക്രമസമാധാനം ഉറപ്പാക്കാൻ ബി.ജെ.പി പ്രതിജ്ഞാബദ്ധമാണ്. തീവ്രവാദ ശക്തികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ഇനി ഇടമുണ്ടാകില്ല എന്ന ഉറച്ച നിലപാടാണ് അമിത്ഷായുടേത്. ശബരിമലയിലെ ആചാര ലംഘകർക്കും വിശ്വാസികളെ വഞ്ചിച്ചവർക്കും തിരിച്ചടി നൽകാൻ ബി.ജെ.പി മുന്നിലുണ്ടാകും. ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്ന ആവശ്യം ഭക്തർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ബി.ജെ.പിയുടെ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം റബ്ബർ കർഷകർക്കും നാളികേര കർഷകർക്കും ഇനി ആരെയും കാത്തു നിൽക്കേണ്ടി വരില്ല. ഇടനിലക്കാരില്ലാതെ കേന്ദ്ര ബോണസും താങ്ങുവിലയും നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലെത്തും. അതുപോലെ നമ്മുടെ മിടുക്കരായ പിള്ളേർക്ക് ബാംഗ്ലൂരിലും ദുബായിലും പോകേണ്ടി വരത്തില്ല. കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന IT സെമി കണ്ടക്ടർ ഹബ്ബുകൾ ബി.ജെ.പി സർക്കാർ യാഥാർത്ഥ്യമാക്കും. കൂടാതെ 10 വർഷത്തെ ഭരണത്തിൽ നടന്ന എല്ലാ അഴിമതികളും ക്രമക്കേടുകളും അന്വേഷിക്കാൻ ബി.ജെ.പി ഭരണം വന്നാൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. ജനങ്ങളുടെ നികുതി പണം കവർന്നെടുത്തവർ ആരായാലും എവിടെയായാലും അഴിക്കുള്ളിലാക്കുമെന്ന അമിത്ഷായുടെ രഹസ്യ നീക്കം ഭരണകേന്ദ്രത്തിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാർച്ച് 11 കൊച്ചിയിലെത്തുന്ന മോദിയുടെ മഹാറാലിയോടെ കേരളം താമര വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.